ഗൈസ് ജഫോട്ടക്കിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനെ കണ്ട പോലെ തന്നെ ഒരു വെടിക്കെട്ട് വീഡിയോ ആണ് കേട്ടോ. വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അതുപോലത്തെ ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നമ്മളെല്ലാവരും യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ആക്കുന്ന ആൾക്കാരാണ് അല്ലേ. യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ആക്കുന്നത് നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ആക്കിയതിന് ശേഷം ആ വീഡിയോ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയും. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാരാണ്. ആ ഫോട്ടോസ് എടുത്തതിന് ശേഷം ആ ഫോട്ടോസ് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയും. എന്നിട്ട് അല്ലെങ്കിൽ ഗാലറി ഇട്ട് കിടക്കും. അങ്ങനെ വെറുതെ കിടക്കുന്ന ഫോട്ടോസും വീഡിയോസും നമുക്ക് ഫേസ്ബുക്കിൽ അപ്ലോഡ് ആക്കിയിട്ട് അടിപൊളിയായിട്ടുള്ള ഏണിങ്സ് ഉണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഇപ്പം വന്നേക്കുന്നത്. അപ്പോൾ ഞാനിത് വെറുതെ പറയുന്നതല്ല, കാരണം എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ചാനലിൽ നമ്മൾ ഈ ഒരു ജഫോട്ടക്കിനകത്ത് ചെയ്യുന്ന വീഡിയോസിൻ്റെ അത് 90% വീഡിയോസും നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങൾ, അതാണ് ഒന്നാമത്തെ കാര്യം വീഡിയോ ചെയ്യുന്നത്. അതായത് അവരുടെ സംശയങ്ങളാണ് നമ്മൾ വീഡിയോ ആക്കിയിട്ട് കൊണ്ടുവന്നിരുന്നത്. പിന്നെ അതേപോലെ തന്നെ പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ അനുഭവങ്ങൾ, എൻ്റെ ചാനലിൽ എനിക്ക് കിട്ടുന്ന പ്രോഗ്രസ് കാര്യങ്ങളാണ് നമ്മൾ ഈ ജഫോട്ടക്ക് ചാനലിൽ കൂടെ കൂടുതലായിട്ടും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ അകത്തും കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അപ്രതീക്ഷിതമായിട്ട് ഫേസ്ബുക്കിൻ്റെ അകത്തൊരു സ്ഥാനക്കയറ്റം കിട്ടി. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ചാനൽ, എൻ്റെ ഫേസ്ബുക്ക് മോണിറ്റൈസേഷന് ശേഷം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പോലെ നമ്മൾ സാധാരണ വീഡിയോസ് അങ്ങനെ ഇടലില്ല. അപ്പോൾ അങ്ങനെ ഇടാത്തത് കൊണ്ട് തന്നെ എന്താ പറയുക, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞല്ലോ, വീൻപാലം പുള്ളി എന്നോട് പറഞ്ഞു, നീ ധൈര്യമായിട്ട് വീഡിയോസ് ഇട്, ഫോട്ടോസ് ഇട്, നിനക്ക് എന്തായാലും ഏണിങ്സ് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. 3-4 ദിവസം ഞാൻ വീഡിയോസ് ഇട്ടു. എനിക്ക് വലിയ റീച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ചില വീഡിയോസൊക്കെ റീൽസൊക്കെ നമ്മൾ ചെയ്യുന്ന പണ്ട്, അതായത് നിങ്ങൾ ആലോചിക്കണം, പണ്ട് അപ്ലോഡ് ആക്കിയ വീഡിയോസ്, അതായത് ഞാൻ യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്തിട്ട് സോങ് മാറ്റി ഫേസ്ബുക്കിൽ തന്നെ സോങ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇട്ടു. 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ അതിന് വ്യൂസ് ഒക്കെ പോകാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ശേഷമാണ് ഫോട്ടോസിൻ്റെ കാര്യം പുള്ളിനോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഫോട്ടോസ് ഇടാൻ തുടങ്ങി. ആദ്യം ഫോട്ടോസ് ഇടുന്ന സമയത്ത് എനിക്ക് വലിയ ഏണിങ്സോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഫോട്ടോ ഇട്ട സമയത്ത് എനിക്കൊരു വെടിക്കെട്ട് ഏണിങ്സ് കിട്ടി കേട്ടോ ഗൈസ്. അതായത് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല, നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടാവും, $9 കഴിഞ്ഞു ആ ഫോട്ടോ. വെറുതെ നമുക്കറിയാം, നമ്മൾ യൂട്യൂബിൻ്റെ അകത്തൊക്കെയാണ് നമ്മൾ വീഡിയോസ് മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ കിട്ടുന്ന നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്, ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഈ ഫോട്ടോസിനാണ് ഫേസ്ബുക്കിൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അതായത് വീഡിയോസിനേക്കാളും കൂടുതൽ ഏണിങ്സ് കിട്ടുന്ന ഫോട്ടോസിനാണ്. കാരണം വേറൊന്നുമല്ല, എൻഗേജ്ഡ് ആയിട്ട് വരുന്ന സംഭവങ്ങൾ. അതായത് നമ്മളിപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ, റീൽസ് നമ്മൾ ഇടുവാണ് ഫേസ്ബുക്കിൻ്റെ അകത്ത്. പക്ഷേ നമ്മൾ അതിൻ്റെ അകത്ത് റീൽസ് ഇടുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള എൻഗേജ്മെൻറ്റ് കുറവായിരിക്കും. റീൽസ് കൂടുതൽ ആൾക്കാരും പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് ചിലപ്പോൾ കട്ടാക്കിയൊക്കെ പോകും. പക്ഷേ ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫോട്ടോ മാത്രമാണ്, അതിൻ്റെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ തന്നെ എന്തായി, അതിൻ്റെ എൻഗേജ്മെൻ്റ് ആയി. അപ്പോൾ ആ എൻഗേജ്മെൻറ്റ് കൂടുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഫോട്ടോസിന് എൻഗേജ്മെൻറ്റ് വരും. എൻഗേജ്മെൻറ്റിന് വ്യൂസിനാണ് നമുക്കെന്ത് ഡോളർ കയറുന്നത്. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പോലെ ഡോളറാണ് നമുക്ക് വെറും ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഞാനിത് പറയുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്, നമ്മുടെ ഈ ജഫോട്ടക്ക് ഫാമിലിക്ക് ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്തായാലും വെറുതെ നിങ്ങൾ ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്, നിങ്ങളുടെ ഫേസ്ബുക്ക് നിങ്ങൾ വെറുതെ ഒരുപാട് പേരോട് ചാറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ വെറുതെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതിൻ്റെ പ്രൈവറ്റ് എന്നുള്ള 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ പ്രൈവറ്റ് എന്നുള്ള ഓപ്ഷൻ, നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പ്രൈവറ്റ് ആയിട്ട് കിടക്കണം, അത് പബ്ലിക് ആക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ലോക്ക് ആക്കി വെച്ചേക്കുവാണെങ്കിൽ അത് അൺലോക്ക് ചെയ്യുക. എന്നിട്ട് പ്രൊമോഷൻ മോഡ് ഓൺ ആക്കിയതിന് ശേഷം കണ്ടന്റ് മോണിറ്റൈസേഷനും പിന്നെ അതുപോലെ സ്റ്റാർ അങ്ങനെ സബ്സ്ക്രൈബർ എന്നുള്ള ആ സംഭവങ്ങളൊക്കെ എനേബിൾ ചെയ്തു. ഐ ആം ഇൻട്രസ്റ്റഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ചെയ്ത് വിട്ടാൽ മതി. അതൊക്കെ ഓപ്പൺ ആക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോസ്, നിങ്ങൾ എല്ലാ ദിവസവും ഓരോ ഫോട്ടോ പോസ്റ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഓരോ റീൽസ് ഇടുക, പിന്നെ ഒരു സ്റ്റോറി ഇടുക, പിന്നെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ലൈവ് പോവുക കുറച്ച് നേരം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആവും. നല്ല രീതിയിലുള്ള ഏണിങ്സ്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഏണിങ്സ്. യൂട്യൂബിനകത്ത് കുറേ കാലമായിട്ട് കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഒരു രീതിയിലും സക്സസ് ആകാൻ പറ്റാത്ത ആൾക്കാരാണ് ഫേസ്ബുക്കിനകത്ത് നമ്മൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ഏണിങ്സ് ഉണ്ടാക്കാനാവും. ഇത് ഞാൻ വെറുതെ തമാശ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ഉദാഹരണം കാണിച്ചിട്ടാണ് വന്നത്, വേറെ ആരുടെ ഉദാഹരണമല്ല കാണിക്കുന്നത്. എൻ്റെ, അതായത് ഞാൻ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ഡോളർ കാണിച്ചിട്ടാണ് ഞാൻ ഉദാഹരണം പറയുന്നത്. ഞാനത് കൂടുതൽ പൈസേൻ്റെ കാര്യങ്ങൾ, ഫേസ്ബുക്ക് വേറൊരു ആപ്ലിക്കേഷൻ്റെ പൈസയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ യൂട്യൂബിൻ്റെ പോളിസിക്ക് എതിരായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. നിങ്ങൾ തന്നെ പോയി നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വീഡിയോ കാണാം. ഇത് നിങ്ങൾക്കൂടെ ഉപകാരപ്പെട്ടെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. മിസ് ചെയ്യരുത്, ആരും ഇടാതിരിക്കരുത്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നിങ്ങൾ എന്നെങ്കിലും ഓർത്തിട്ട് പോയിട്ട് ധൈര്യത്തിൽ അപ്ലോഡ് ആയിക്കോ. ഉറപ്പായിട്ടും അതിനൊരു ഏണിങ്സ് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആക്കാനാവും. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വീഡിയോ കാണാം. ബൈ.